എടി എല്ലാത്തിനകത്ത് വീഡിയോ എടുത്ത് എന്തോ ചോദിച്ചതാ ചെയ്യാതെ കാണുന്നുണ്ടോ എടുക്കുന്നുണ്ടോ ഷെയർ ചെയ്യോ എടുക്കുന്നുണ്ടോ നോക്കിയാൽ പോരെ ഡ്രസ്സ് മീറ്റർ കിലോമീറ്റർ നെക്സ്റ്റ് ആഡ് ബി ഫിനിഷ്. ഒന്നില്ലെങ്കിൽ നമുക്ക് നോഡ് കൊടുക്കാം, നമുക്ക് റൺ സ്ട്രക്ചർ വിസാർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ റൺ സ്ട്രക്ചർ വിസാർഡിൽ ഫ്രെയിം മോഡൽസ് എടുത്തില്ലേ, അതേപോലെ ട്രസ് മോഡൽസ് നമുക്ക് എടുക്കാം. നമ്മളുടെ മോഡൽ ആക്ച്വലി ഇതിനകത്ത് ഇല്ല, വേണ്ട, നമുക്ക് നോഡ് തന്നെ കൊടുക്കാവേ. നോഡ് കൊടുക്കണമെങ്കിൽ 0 കൊടുത്ത് എൻ്റർ ചെയ്യണം. അടുത്ത നോഡ് വന്നത് 2.4, അടുത്ത നോഡ് വന്നിരിക്കുന്നത് 4.8, അടുത്ത നോഡ് വന്നിരിക്കുന്നത് 9.6. ഇനി ഈ 4.8 ഹൈറ്റ് 3.6 ഒരു നോഡ് വേണം. അതേപോലെ എനിക്ക് 2.4 1.8 അല്ലേ മക്കളെ പറഞ്ഞേ, 1.8 ഒരു നോഡ് വേണം. അതേപോലെ 7.2 വേണം അല്ലേ, 7.20 വേണം. 7.2 1.8 വേണം. ഇപ്പം ഏകദേശം എൻ്റെ നോടെല്ലാം കിട്ടി. ആഡ് ബി കൊടുക്കുക. ഓക്കെ, പ്രസ്സായി. ഇനി എനിക്ക് എന്ത് വേണം, ജിയോമെട്രി കൊടുക്കണം അല്ലേ. അത് ജനറലിൽ പോവുക, സെക്ഷൻ ഡാറ്റാബേസ് എടുക്കുക, ആംഗിൾ ഷേപ്പ് എടുക്കണം. ഇന്ത്യൻ ആംഗിൾ ഷേപ്പിൽ ISA 20-22 ആഡ് ക്ലോസ്. Assign to view, assign, yes. മെറ്റീരിയൽ കൊടുത്തു. ഇനി സപ്പോർട്ട് കൊടുക്കണം. റോളറും ഒരു ഹിഞ്ചുമാണ്. ക്രിയേറ്റ് കൊടുക്കാം. ഹിഞ്ച് ഓൾറെഡി ഉണ്ട്, ആഡ് ചെയ്താൽ മതി. റോളർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫിക്സഡ് ബട്ടിൽ പോവും. റിലീസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? FI മാത്രമേ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അനുസരിച്ചൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. FI ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും ഉണ്ട്, മൊമെൻറ്റും ഉണ്ട്. അപ്പം ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് FX ആണ്. FX ടിക്ക് ചെയ്യണം. എന്താണ് MXും അല്ല XZ. മൊമെൻറ്റും ആണ് ശരിക്കും ടിക്ക് ചെയ്യേണ്ടത്, ബാക്കിയെല്ലാം അവൈലബിൾ ആണ്. ഞാൻ ക്ലിക്ക് ചെയ്യാം. FI മാത്രം റിലീസ് ചെയ്യണം, ആഡ് ചെയ്യാം, ക്ലോസ്. നമ്മൾ അസൈൻ ചെയ്യണം. അസൈൻ ഇഞ്ച് ഇവിടെയാണ്. ഇതിനെ പിടിച്ച് സപ്പോർട്ട് കൊടുത്തു. ഇനി എന്ത് വേണം, ലോഡ് കൊടുക്കണം. ലോഡ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കേസ് ഡീറ്റെയിൽസ് ആഡ് കൊടുക്കുക. ഡെഡാക്കും. ലോഡ് ഡെഡ് ലോഡ് എങ്ങനെ ആഡ് കൊടുക്കാം. സെൽഫ് വെയിറ്റ്
ആഡ് മെമ്പർ ലോഡ് അല്ലെങ്കിൽ നോഡൽ ലോഡ് കൊടുത്താൽ മതി. നോഡിൽ FYയിൽ നമ്മൾ FY എത്രയായിരുന്നു? 8 കിലോമീറ്റർ -8 അല്ലേ? -8 കിലോമീറ്റർ തന്നെയാണ് എല്ലാതും. 8 കിലോമീറ്റർ കൊടുക്കുക. ആഡ് ക്ലോസ് സെൽഫ് വെയിറ്റ് അസൈൻ വ്യൂ കൊടുക്കാം. അസൈൻ FY കൊടുക്കണമെങ്കിൽ യൂസ് കർസർ അസൈൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ലോഡ് അസൈൻ ചെയ്തു. ഈ ലോഡ് കൊടുത്തുള്ള ഇത് വേണം, ഫിഗർ വേണം. ആ ഫിഗർ വേണം. ഒരു ലോഡ് കൊടുത്തൊരു ഫിഗർ അങ്ങ് വെച്ചാൽ മതി. അല്ലാത്ത ഇതന്നെ വേണ്ട. ലോഡ് കൊടുത്തൊരു ഫിഗർ അങ്ങ് വെച്ചാൽ മതി. സ്കെയിൽസിലെ ലോഡ് 0.4 അല്ലേ? എന്നിട്ട് വേണമെങ്കിൽ ലോഡ് വാല്യൂവിൽ ടിക്ക് ഇട്ടാൽ നമ്മുടെ ലോഡ് കാണാം. എന്നിട്ടൊരു ഇമേജ് അങ്ങ് എടുത്ത് നമ്മൾ ലോഡ് കൊടുത്തു, സപ്പോർട്ട് കൊടുത്തു, മെറ്റീരിയൽ കൊടുത്തു, അനാലിസിസ് സെൻറ്ററിൻ്റെ ഓള് ആഡ് ഞാൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാണേ ഇനി ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? സ്റ്റീലാണ്. അപ്പം IS കോഡ് 800 ആവും. സെലക്ട് പാരാമീറ്റേഴ്സിൽ നമ്മൾ എടുക്കേണ്ടത് yield strength of steel. Okay, define parameters. Yield strength of steel നമ്മൾ എത്ര കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, നോക്കിയിട്ട് കൊടുക്കണം. 415 ആണോ എനിക്ക് സംശയമുണ്ട്, ഞാൻ എഴുതിയിട്ടില്ല. അത് നോക്കിയിട്ട് കൊടുക്കണേ, കാരണം ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇപ്പം ആഡ് ക്ലോസ് ചെയ്യുക. അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ കൊടുക്കുക, യെസ് കൊടുക്കുക. കമാൻഡ്സിൽ പോവുക. കമാൻഡ്സിൽ നമുക്ക് ചെക്ക് കോഡ് ആഡ് ചെയ്യണം, മെമ്പർ ടേക്ക് ഓഫ് ആഡ് ചെയ്യണം, സെലക്ട് വേണേൽ ആഡ് ചെയ്യാം, അവർ ചൂസ് ചെയ്യാനുള്ളത്. ടേക്ക് ഓഫ് ആഡ് ചെയ്യണം. സെലക്ട് ഒപ്റ്റിമൈസ്ഡ് വേണ്ട, ക്ലോസ് ചെയ്യുക. ഓരോന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക. എല്ലാ അസൈൻറ്റും കൊടുക്കുക. എല്ലാ മെമ്പേഴ്സിനും നമുക്ക് കോഡ് ചെക്ക് ചെയ്യണ്ടേ, ടേക്ക് ഓഫ് നോക്കണ്ടേ. അപ്പം അതെല്ലാം കൊടുക്കാം. ചെക്ക് കോഡ് കൊടുക്കണം, മെമ്പർ ടേക്ക് ഓഫ് കൊടുക്കണം, സെലക്ട് കൊടുക്കണം, ടേക്ക് ഓഫ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അഗെയിൻ എന്ത് ചെയ്യണം? അനലൈസ്. ഡെഡ് ലോഡ്. ഇനി നമ്മൾ പഴയ പോലെ ഇമേജ് എടുക്കുക, റിപ്പോർട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. സമയം